ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗദീശ്വരി എന്നറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഇതിൽ തന്നെ അവസാന 3 ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം. ഇവ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. നവരാത്രി വ്രതം, ദുർഗാപൂജ, കാളീപൂജ, ദസ്ര, ആയുധപൂജ, ശരത് നവരാത്രി, ശക്തിപൂജ, കൊലുവയ്പ്, മഹാസരസ്വതി പൂജ, വിദ്യാരംഭം, ശാക്തേയ പൂജ, മഹാലക്ഷ്മി പൂജ തുടങ്ങിയ പ്രാദേശികമായ പല പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു. തിന്മയെ തോൽപ്പിച്ച് നന്മ വിജയിക്കുന്നതിനെ ആഘോഷിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും കൂടിയാണ് ഇത്. ദുർഗാദേവിയെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണിത്. കാരണം മഹിഷാസുരനെ പരാജയപ്പെടുത്തിയതിനെ അനുസ്മരിക്കുന്നു ഈ ഉത്സവം. കേരളത്തിൽ നവരാത്രിയുടെ ദിവസങ്ങളിൽ പൂജവയ്പ്, വിദ്യാരംഭം, പുസ്തകപൂജ, സംഗീതോത്സവങ്ങൾ എന്നിവ പ്രധാനമാണ്. പ്രധാനമായും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് ആഘോഷിക്കുന്നത്. പൊതുവെ 4 നവരാത്രികളാണ് പ്രധാനമായിട്ടുള്ളത്. വസന്ത നവരാത്രി മീനമാസത്തിൽ, ആഷാഢ നവരാത്രി അല്ലെങ്കിൽ വരാഹി നവരാത്രി മിഥുനത്തിൽ, ശരത് നവരാത്രി അല്ലെങ്കിൽ മഹാനവരാത്രി കന്നിമാസത്തിൽ, മാഘനവരാത്രി ധനുമാസത്തിൽ. ഇതിൽ മീനമാസത്തിലെയും കന്നിമാസത്തിലെയും നവരാത്രിക്ക് പ്രാധാന്യമേറും. അതിൽ തന്നെ കന്നിമാസത്തിലെ നവരാത്രിക്കാണ് പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ടാണ് നവരാത്രികളിൽ ഉത്തമമായ മഹാനവരാത്രിയായി കന്നിമാസത്തിലെ നവരാത്രി കണക്കാക്കപ്പെടുന്നത്. ബാലിക, യുവതി, സ്ത്രീ, മാതൃത്വം, മഹാശക്തി, യുദ്ധവിജയം, പ്രകൃതി, ഊർവരത, ഐശ്വര്യം, സാമ്പത്തികം, വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാവങ്ങളിൽ ഭഗവതിയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളിൽ എന്ന നിലയിൽ നവരാത്രി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. താന്ത്രിക വിധിപ്രകാരം പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി അന്തർലീനമായ ഭഗവതിയുടെ ശക്തിവിശേഷങ്ങളെ ബാഹ്യപ്രതലങ്ങൾ വരെ ആരാധിച്ച് ആവിഷ്കരിക്കുന്ന ഒരു ആഘോഷമാണ് ഇത്. ദേവീ ഭാഗവതം, ദേവീ മാഹാത്മ്യം, കാളികാപുരാണം, ഭദ്രകാളി മാഹാത്മ്യം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന മഹിഷാസുരൻ, ദുർഗമൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ, ശുംഭനിശുംഭന്മാർ തുടങ്ങിയവരുടെ നിഗ്രഹ കഥയുമായി ഈ ആഘോഷം ബന്ധപ്പെട്ടു കിടക്കുന്നു. ശാക്തേയ വിശ്വാസപ്രകാരം 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു. അതിന്റെ ഭാഗമായി ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ 3 നാൾ മഹാസരസ്വതിയായും സങ്കൽപ്പിച്ച് പൂജ നടത്തുന്നു. ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ ശക്തിസ്വരൂപിണിയായ ദുർഗയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നു. ഇത് ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കുഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവരെ 9 ദിവസങ്ങളിലായി ആരാധിക്കുന്നു. 10ാം ദിവസം മഹാസരസ്വതിയെ ആരാധിക്കുന്നു. മറ്റ് ചിലയിടങ്ങളിൽ ദുർഗാഷ്ടമി ദിവസം ദുർഗയെയും നവമിയിൽ മഹാലക്ഷ്മിയെയും ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നു. ബംഗാളിൽ ദുർഗാപൂജയ്ക്കാണ് പ്രാധാന്യം. കേരളത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവസാന നാളായ 10ാം ദിവസം മഹാസരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം വരുന്നു. ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട്. കേരളത്തിൽ പൂജവയ്പും വിദ്യാരംഭവും, തമിഴ്നാട്ടിൽ കൊലുവയ്പ്, കർണാടകയിൽ ദസറ, കൊല്ലൂർ മൂകാംബികയിൽ ഉത്തരഭാരതത്തിൽ രാമലീല, ബംഗാളിൽ ദുർഗാപൂജ, ആസാമിൽ കുമാരി പൂജ, ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ. ചിലർ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഭഗവതീ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത്. കൊല്ലൂർ മൂകാംബികയിലെ പ്രധാന ഉത്സവമായ നവരാത്രിയിൽ ചണ്ഡികാഹോമം, തുടർന്ന് പുഷ്പരഥോത്സവം, വിജയോത്സവം എന്നിവയും നടക്കുന്നു. പല ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം, ഉത്സവം, പൊങ്കാല, പൂരം, ദേവീ ഭാഗവത നവാഹയജ്ഞം, ചണ്ഡികാഹോമം, ഐശ്വര്യപൂജ, ശ്രീചക്രപൂജ, അഷ്ടലക്ഷ്മി പൂജ, സരസ്വതി പൂജ, ലളിതാ സഹസ്രനാമ പാരായണം,
കനകധാരാ സ്തോത്രം, ആത്മീയ പ്രഭാഷണങ്ങൾ, സംഗീതം, നൃത്തം തുടങ്ങിയവ ഈ സമയത്ത് നടത്തപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ കേരളത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പൂജവയ്പ്. ദുർഗാഷ്ടമി ദിവസം ആളുകൾ അവരുടെ തൊഴിൽ ഉപകരണങ്ങൾ ഭഗവതിക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ പൂജവയ്ക്കുന്നു. ഇത് ഒരു ദിവസം കഴിഞ്ഞ് വിജയദശമി ദിവസം പ്രഭാതത്തിൽ തിരികെ എടുക്കുന്നു. വിജയദശമി ദിവസം രാവിലെ അക്ഷരം കുറിച്ചുകൊണ്ട് വിദ്യാരംഭവും നടത്തുന്നു. സംഗീതം, നൃത്തം എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണിത്. വ്രതങ്ങളുടെ റാണിയായാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത്. നവരാത്രിയിൽ ഭഗവതിയെ ഉപവസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും സമ്പത്തും ദുഃഖമോചനവും വിദ്യാഭ്യാസ ഉന്നതിയും മരണാനന്തരം മോക്ഷവും ഫലം എന്നാണ് വിശ്വാസം. ദേവിയുടെ പടുകൂറ്റൻ കോലങ്ങൾ മുതൽ മണ്ണിൽ തീർത്ത കൊച്ചു ബൊമ്മകൾ വരെ അലങ്കരിച്ച് പൂജിക്കുന്ന ഒരു ആഘോഷവും കൂടിയാണ് നവരാത്രി. ബംഗാളിലെ കാളിപൂജയോടനുബന്ധിച്ച് ദുർഗാദേവിയുടെ വലിയ രൂപങ്ങൾ കെട്ടിയൊരുക്കുന്നു. തമിഴ്നാട്ടിൽ ബ്രാഹ്മണർ വളരെ പ്രാധാന്യമായി കൊണ്ടാടുന്ന ഒരു ആചാരം കൂടിയാണ് ഇത്. ഇതിന് കൊലുവയ്ക്കൽ അഥവാ ബൊമ്മക്കൊലു എന്നും പറയപ്പെടുന്നു. ദുർഗാഷ്ടമി നവരാത്രിയിലെ ദുർഗയ്ക്കായി സമർപ്പിതമായ ദിവസമാണ് ദുർഗാഷ്ടമി. മഹിഷാസുര നിഗ്രഹത്തിനായി ഭഗവതി അവതരിച്ച ദിവസം. ആദിപരാശക്തിയെ ദുഃഖനാശിനിയായ ദുർഗാഭഗവതിയായി ദുർഗാഷ്ടമി ദിവസം ആരാധിക്കുന്നു. സകലതും ഭഗവതിക്ക് കാണിക്ക വെക്കുന്ന ദിനവും കൂടിയാണ് ഇത്. അന്ന് നടത്തുന്ന ദേവീ പൂജകൾ, പ്രാർത്ഥനകൾ തുടങ്ങിയവ ഭയങ്ങളും ദുഃഖങ്ങളും ആപത്തുകളും അകറ്റും എന്നാണ് വിശ്വാസം. ദുർഗാഷ്ടമി നാളിൽ വൈകുന്നേരം തൊഴിലാളികൾ പണിയായുധങ്ങളും എഴുത്തുകാരും ഉദ്യോഗസ്ഥരും പേനയും കുട്ടികൾ പുസ്തകങ്ങളും ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കണം എന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസത്തിന് ആയുധപൂജ അല്ലെങ്കിൽ പൂജവെപ്പ് എന്ന പേര് ലഭിച്ചു. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്. മഹാനവമി പൂജവെപ്പിന്റെ 2ാം ദിനമാണ് മഹാനവമി. പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്രദർശനവും നടത്താൻ വിശേഷപ്പെട്ട ദിവസം. പരാശക്തിയെ ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആരാധിക്കുവാൻ ആളുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. അന്നത്തെ ഭഗവതി പൂജ ഐശ്വര്യവും ദുഃഖമോചനവും പ്രദാനം ചെയ്യുന്നതും ഏറ്റവും പുണ്യകരവും കൂടിയാണ് എന്നാണ് വിശ്വാസം. അന്ന് ദേവീസ്തുതികൾ ജപിക്കുന്നതും വെറുതെ കേൾക്കുന്നതുപോലും വിശേഷമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവീ മാഹാത്മ്യം, ലളിതാ സഹസ്രനാമം, കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവയുടെ ജപത്തിന് വിശേഷം ഈ ദിവസം തന്നെ. ഈ ദിവസം രാത്രി കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവവും നടക്കുന്നു. വിജയദശമി അഥവാ പൂജയെടുപ്പ് അല്ലെങ്കിൽ വിദ്യാരംഭം. കന്നി വെളുത്ത പക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. പരാശക്തിയുടെ വിജയസൂചകമായ ഈ ദിനം വിശ്വാസികൾ അതിപ്രധാനമായി കരുതുന്നു. അന്ന് പ്രഭാതത്തിൽ പൂജവെച്ച പുസ്തകങ്ങളും തൊഴിൽ ഉപകരണങ്ങളും ഭഗവതിയുടെ പ്രസാദമായി സങ്കൽപ്പിച്ച് തിരികെ എടുക്കുന്നു. വിദ്യയ്ക്കും ഐശ്വര്യത്തിനും സർവ്വവിജയത്തിനും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകൾ, പൂജകൾ എന്നിവ നടത്തുന്നു. കേരളത്തിൽ അന്ന് പ്രഭാതത്തിൽ മഹാസരസ്വതി പൂജ, കുട്ടികളുടെ വിദ്യാരംഭം എന്നിവയും നടക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഭഗവതിയെ അന്ന് മഹാസരസ്വതിയായി അണിയിച്ചൊരുക്കി ആരാധിക്കുകയും ഭക്തർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. സമസ്ത കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളാണിത്. വിദ്യാരംഭം മുതലായ ശുഭകർമ്മങ്ങൾ അന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു. പരാശക്തിയെ അന്ന് ശുംഭനീ ശുംഭനിഷൂദിനിയായ മഹാസരസ്വതിയായി ആരാധിക്കുകയും ചെയ്യുന്നു. ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി.